ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ലെമൺ റൈസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലേക്കൺ അമർത്തിയ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പൊന്നി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾക്ക് കഴുകി വൃത്തിയാക്കി ഒന്ന് വേവിച്ചെടുക്കണം. അതായത് ആ ഒരു ഗ്ലാസ് അരി 250 ഗ്രാമിൽ നിന്നും അല്പം കൂടുതലുണ്ടാകും. 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അരി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. അധികം ഉടഞ്ഞു പോകാതെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, അതുപോലെ ചെയ്യുക. അപ്പോൾ ഞാനത് അരി വേവിച്ചത് ഇതുപോലെ ആയിട്ടുണ്ട്. ചോറ് ഇതുപോലെ ഒന്നിനൊന്നും ഒട്ടാതെ നമ്മൾക്ക് കിട്ടണം, എന്നാൽ വേവണം. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്നത് ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പം ഞാനൊരു 1.5 മുറി ചെറുനാരങ്ങ നീരെടുക്കുന്നുണ്ട് 2 പേർക്കുള്ള ലെമൺ റൈസിന്. നല്ല നീരുള്ള ചെറുനാരങ്ങ ആയതുകൊണ്ട് അത് തന്നെ മതിയാവും. അതിൻ്റെ കുരുവെല്ലാം എടുത്ത് നമുക്ക് മാറ്റാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെക്കുക. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഒരു 1/4 സ്പൂൺ കടുക്, 1/2 സ്പൂണ് ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നമ്മൾക്ക് അതൊന്ന് ഒന്ന് വറുത്തെടുക്കട്ടെ. ഇനി നമ്മൾ അതിലേക്ക് ഒരു 20ഓളം കപ്പലണ്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്, നിലക്കടല. അതുകൂടി ചേർത്ത് അതും ഒന്ന് ചുവന്ന് വരട്ടെ. അപ്പോൾ ഇത് എന്തായാലും നിർബന്ധമായിട്ട് ചേർക്കണം. പിന്നെ അതിലേക്ക് ഒരു 3 വറ്റൽമുളക് 2ആയി പൊട്ടിച്ചതും ചേർക്കുക. അതൊന്ന് ചുവന്ന് വരുന്ന സമയത്ത് നമ്മളൊരു 3 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് നമ്മൾ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തിടാൻ പറ്റിയ നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ രാവിലെ പണി കഴിയും. ഇനി നമ്മൾ അതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് പൊടിയുപ്പ് ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ആ ലൈം ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുകൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇതുവരെ ഇട്ടിരിക്കുന്നത്. അതേമാതിരി ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇതിൻ്റെ വർക്ക് കഴിയും. കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ ഒരു അച്ചാറോ മുട്ട പൊരിച്ചോ ഉണ്ടെങ്കിൽ തന്നെ ഉഷാറാവും. അപ്പോൾ നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉടനെ ഉപയോഗിക്കാതെ ഒരു 15 മിനിറ്റോളം അതൊന്ന് അടച്ച് വെക്കണം. ആ ലൈമിൻ്റെ പുളിയൊക്കെ ഒന്ന് അതിലേക്ക് പിടിച്ച് വരട്ടെ. അപ്പോൾ നമ്മൾക്കിതിലേക്ക് പൊന്നി റൈസ് അല്ലാതെ സാദാ റൈസും എടുക്കാവുന്നതാണ്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് അതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ റൈസ് ഇതിൽ കുറച്ചുകൂടി ഇതിൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 2 കുട്ടികൾക്ക് വേണ്ട മാത്രമാണ് ഇവിടെ ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായില്ലേ? എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇന്നിപ്പോൾ നമ്മൾക്ക് അതിൻ്റെ കൂടെ ഇതും ഒരു മാങ്ങയുടെ അച്ചാറും ഉണ്ടെങ്കിൽ ധാരാളമായി. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.